അവൻ ചാകുന്നവരും ഈ പ്രശ്നം അവസാനിക്കില്ലണ്ണ. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ ആദർശം നീ കത്തിയെടുത്തതോടെ നഷ്ടമായടാ. എന്താണിത്? ഒറ്റ ദിവസം കൊണ്ട് നീ അങ്ങ് ദൈവത്തിന്റെ അടുത്ത് ഉടലോടെ എത്തിയനെ. നാളെ തിരിച്ചു പോകണ്ടവനവൻ. ഇവിടെയുള്ള പകയും വിദ്വേഷവും ഒന്നും ഇവനറിയില്ല. എന്നാ നീയോ സുരേന്ദ്രൻ അനിയത്തിയ. എടുത്തു വെക്കുന്ന ഓരോ ചൂടും എതിരാളികൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ? ഇവിടുത്തെ പരിസ്ഥിതികൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൂവ് ചെയ്യാനുള്ള സെൻസ് ഉണ്ടാവണ്ടേ? സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ അംഗരക്ഷർ വേണമെന്നുള്ള സ്ഥിതി ഉണ്ടാക്കുന്നവർക്കാണ് സാർ ആദ്യം സെൻസ് വേണ്ടത്. മനുഷ്യനെ കൊല്ലുന്നതാണോ സെൻസ്? അവര് ചെയ്യുന്ന നീച പ്രവൃത്തി തന്നെ നിങ്ങളും ചെയ്യുന്നേ. നിർത്ത്. ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാ നീ സംസാരിക്കുന്നേ. പ്രശ്നം ഉണ്ടാക്കുന്നതും വലുതാക്കുന്നതും നിങ്ങൾ തന്നെയാ. അവരെ നിങ്ങളെയും വെട്ടുന്നു, നിങ്ങൾ അവരെയും വെട്ടുന്നു. രണ്ടു കൂട്ടർ ഇരുന്ന് സംസാരിച്ച പ്രശ്നം തീരാവുന്നതല്ലേ ഉള്ളൂ. ലവിലും റാഗിങ്ങിലും പന്തയം വെച്ച് വെറുതെ പ്രശ്നമുണ്ടാക്കി അടിപിടി കൂടി അവസാനം കോളേജ് ക്യാൻറ്റീനിൽ കോംപ്രമൈസ് ചെയ്യാൻ ഇത് നിങ്ങളുടെ കോളേജ് വഴക്കല്ല, പകയാണ്. തലമുറകളായി ഞരമ്പുകളിൽ ഊറിക്കൂടിയ പക. കൂടിയിരുന്ന് ചർച്ച ചെയ്താൽ ഈ ആവേശം അടങ്ങി പ്രശ്നം അവസാനിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? ശരിക്കും നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? സുരേന്ദ്രൻ M.Tech ഫ്രം വിക്സ് ബിലാനി. ഉമ മൈ വൈഫ് MSc ഇൻ ഇന്റഗ്രേറ്റഡ് മാത്തമാറ്റിക്സ്. പ്രേമിച്ച് വിവാഹം കഴിച്ച് എന്തൊക്കെ ആശയോടെയും ആദർശത്തോടെയും ജീവിതം ആരംഭിക്കാൻ ഇവിടെ എത്തിയതാണ് ഞങ്ങൾ. എന്നാൽ അപ്പോഴേ ശത്രുതയിൽ മുങ്ങിപ്പോയിരുന്ന ഈ നാട് എന്റെ അച്ഛന്റെ ശവവുമായിട്ടാണ് എന്നെ വരവേറ്റത്. ആവേശം തിളയ്ക്കുന്നതാണ് കണ്ടത്. അമ്മമാർ വാവിട്ട് കരയുന്നതാണ് കണ്ടത്. ജ്വലിക്കുന്ന യുവാക്കളെയാണ് കണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ അവയെ വേരോടെ പറിച്ചിടണമെന്ന് ഞാൻ നിശ്ചയിച്ചു. മൊത്തം മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ട് ഞാനേ മാറിപ്പോയി. അച്ഛന്റെ മൃതദേഹം കണ്ട് മനസ്സ് തകർന്ന ഞാൻ ആയുധം കയ്യിലെടുത്തു. ഞാൻ വെളിയിൽ പോയാൽ പിന്നെ തിരികെ വരുന്നത് ജീവനോടെയാണോ ശവമായിട്ടാണോ എന്നോർത്ത് വേദനയോടെ ഓരോ നിമിഷവും തള്ളി നിൽക്കുകയാണ് ഇവർ. നിമിഷം പ്രതി വീർപ്പുമുട്ടേണ്ട അവസ്ഥ. ഈ യുദ്ധത്തിൽ എന്റെ ശവം കണ്ട് വരും തലമുറ ആയുധമെടുക്കാൻ ഇടയാവരുമെന്ന് വിചാരിച്ച് മക്കളെ കൂടി വേണമെന്ന് തീരുമാനിച്ച ഞങ്ങള്. ഇത് എത്ര കാലത്തേക്കെന്നറിയില്ല. എന്നാൽ ഇത് ഈ തലമുറയോടെ അവസാനിക്കണം. അതുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ പ്രത്യേക ശ്രദ്ധയോടെ വർഷങ്ങളായി ദൂരേക്ക് അയച്ച് പഠിപ്പിച്ചു വരുന്നത്. നാളത്തെ തലമുറയെങ്കിലും പകയില്ലാതെ മനുഷ്യത്വത്തോടെ ജീവിക്കണം, പ്രശാന്തമായി ജീവിക്കണം. ഞാൻ സഞ്ചരിക്കുന്ന വഴി തെറ്റോ ശരിയോ എന്നറിയില്ല. എന്നാൽ എതിരെ വരുന്ന മനുഷ്യർക്ക് കൈകൂപ്പി നമസ്കരിച്ചുകൊണ്ട് എന്റെ മനുഷ്യത്വത്തെ ഹൃദയം കൊണ്ട് ആദരിക്കുന്നു. ഇത് തന്നെ വിചാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് മേൽഗതി ഉണ്ടാകില്ല. നിങ്ങൾ ശരീരബലമുള്ളവരാണെങ്കിൽ അവർ ആൾബലമുള്ളവരാ. ആ ജനബലത്തിനുള്ളിൽ നിങ്ങൾക്ക് നിൽക്കാനാവില്ല. നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാതായാൽ ഈ കസേരയുടെ അടുത്ത് വേറൊരു കസേര ഇരുത്തി നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്നാൽ നിങ്ങൾ ശവമായി മാറിയാൽ അത് കാണാനുള്ള ശക്തി ഈ ഹൃദയത്തിനില്ലടാ. ഇല്ലടാ. പ്രസവിച്ച പാപത്തിന് നിങ്ങളുടെ കാലിൽ വീഴുകയാ. ഇതൊക്കെ തീരും വരെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോടാ. പേടിച്ചോടാനാ പറയുന്നേ? അല്ലടാ, എവിടെങ്കിലും പോയി ജീവിച്ചിരിക്കാനാ പറയുന്നത്. ഞാൻ വരുന്നുണ്ട്. നിങ്ങളുടെ ബഹളം കേട്ടാത്തൊന്നും ലോകത്തിൽ ആദ്യമായിട്ട് കല്യാണം നടത്തുന്നത് നിങ്ങളാണ്. വെക്കി ഫോൺ, വെക്കി ഫോൺ. ആരുടെ വിവാഹക്കാരിവാ? നിനക്കാണോ? അയ്യോ അല്ല ചേച്ചി, എന്റെ ഫ്യൂച്ചർ അളിയന്, എന്റെ അനിയത്തിക്ക്. ആഹാ, അപ്പം നിന്റെ ഭാവി വധുവിന്റെ വിവാഹം എപ്പോഴാ?
ലവോ അറേഞ്ച്ഡോ? ലവ് അറേഞ്ച്. അല്ല, ആദ്യം ലവ് ചെയ്യും, പിന്നെ വീട്ടുകാർ കല്യാണം നടത്തി തരും. പയ്യൻ ആരേലും കണ്ടുവച്ചിട്ടുണ്ടോ? നോക്കിക്കൊണ്ടിരിക്കുക. ആ പണിയെ നടക്കുന്നേ. കൊള്ളാലോ. എങ്ങനത്തെ പെണ്ണ് വേണമെന്നാ? എന്റെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കാം. അവള് ചിരിക്കുമ്പോ നുണക്കുഴി ഉണ്ടാവണം ആ ചന്ദനക്കമ്മി. മുടിയുണ്ടല്ലോ, നീണ്ട വാർമുടി, അതിങ്ങനെ മുകിൽ പോലെ. എന്റെ വാക്കുകൾ കേൾക്കുന്ന ആ കാതുണ്ടല്ലോ, ശംഖ് പോലെ ഇരിക്കണം. ഞാൻ കാണുന്ന അവളുടെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങണം. കൈയ് മുരിങ്ങയ്ക്ക പോലെ, കാല് പടലങ്ങ പോലെ ഉള്ളതാവണ്ടേ? രാധാമണി, ഞാൻ വേണ്ടുന്നില്ലേ? പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം എങ്ങനെയാ? കക്ഷി ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉള്ള പെണ്ണ് വേണമെങ്കിലേ അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കേണ്ടി വരും. ഞാൻ എപ്പോഴേ റെഡി. നിങ്ങൾക്ക് വേണ്ടത് പെണ്ണിനെ തന്നെയല്ലേ? ഏയ്, പെണ്ണിനെ അല്ലാതെ ആണിനെയാണോ കെട്ടുന്നേ? എന്ത് പറയാനാ കൊച്ചമ്മേ, ഇയാളുടെ കണ്ടീഷനുള്ള ഒരു പെണ്ണ് വേണമെങ്കിൽ ഇയാളൊരു ആണിനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. ആണുങ്ങളെയോ? ഇതെന്താണ് പെട്ടെന്ന് മറന്നുപോയത്? ആ വിശ്വ, രാജു, നീ ഇവിടെ ഇരിക്കുക. നിന്നെ ഞാൻ അന്വേഷിക്കുന്നേ. ഏയ് ഭദ്ര, ആ. വാ ഇരിക്കേ. എനിക്കൊരു വിഷയം പറയാനുണ്ട്. എന്താ അത്? അനുവിന്റെ വിവാഹത്തെ കുറിച്ച്. അനുവിന്റെ വിവാഹത്തിന്? അനുവിന്റെ വിവാഹത്തിനും മറ്റൊരു വിവാഹത്തിനും കണക്ഷൻ ഉണ്ട്. ആ? ഇപ്പൊ വിശ്വണ്ണൻ ഇത്രയും ലേറ്റ് ആയിട്ട് കല്യാണം കഴിക്കാത്ത എന്താ? സാവിത്രിയുടെ കല്യാണം കഴിയാത്തോണ്ട്. ഇപ്പൊ സാവിത്രിയെ കല്യാണം കഴിക്കാൻ രാജ റെഡിയാ. ആ. എന്നാ രാജ എന്താ റെഡിയാ? അനുവിന്റെ വിവാഹം നടന്നിട്ടില്ല. അതുകൊണ്ട് അനുവിന്റെ കല്യാണം നടന്നാൽ എല്ലാം എളുപ്പമാവും. അതിന് മിടുമിടുക്കനായ ഒരു പയ്യനെ കൊണ്ട് അനുവിനെ കല്യാണം കഴിപ്പിച്ചാൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് എല്ലാവരുടെ ജീവിതവും സന്തോഷമാവില്ലേ? എന്ത് പറയും? കൊള്ളാവല്ലോ. ഒന്നൂടെ പറഞ്ഞേ. എന്റെ ചേട്ടാ, കല്യാണക്കാരൊക്കെ പിന്നെ പറയാം. ഭദ്ര, നീ നീ എന്താ കാണിക്കുന്നേ? ആലോചിച്ച് നോക്കൂ. വളരെ സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കൂ. സാവിത്രി കല്യാണം കഴിക്കണം. അതുകൊണ്ടാ അതൊക്കെ വന്നല്ലോ. എന്തേട്ടാ? രാജ, ഭദ്രനെ പറ്റി നിന്നോട് സംസാരിക്കാനുണ്ട്. എന്ത് പറ്റി ഭദ്രന്? അനുവിനെ ഭദ്രന് കെട്ടിച്ചു കൊടുത്താലോ? ഭദ്രനെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. അനുക്കുട്ടിക്ക് പറ്റിയ വരനാണെന്ന് തോന്നുന്നു. പക്ഷെ അനുവിന് ചോദിച്ചില്ല. പക്ഷേ അനു നമ്മുടെ വാക്ക് ധിക്കരിക്കില്ല. എന്നാ അവന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് ഈ വിഷയം പറയുന്നത് ശരിയല്ല. ഞാൻ ചോദിച്ചാ പറയാൻ മടിയുണ്ടാവും. നിന്റെ ഫ്രണ്ടല്ലേ, നീ തന്നെ ചോദിച്ചു പറ. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ചേട്ടാ, അവനോട് വന്നത് തന്നെ അനുവിന് വേണ്ടിയാ. അവൻ അനുവിനെ അത്രയ്ക്ക് ഇഷ്ടമാ. അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായാൽ ഈ സാരി അനുവിനുള്ളതാന്ന് അവൻ പറഞ്ഞു. ശ്രീരാമചന്ദ്രമൂർത്തി പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രമാണെന്നാ പറയുന്നത്. ദസറ ഉത്സവം ഇവിടെ നടക്കുന്ന പോലെ ഭംഗിയായി വേറെ എങ്ങും നടക്കാറില്ല. അല്ല, ഇവരെന്തിനാ തമ്മിലടിക്കുന്നേ? ഇതേ നിങ്ങളുടെ പോലെ സിറ്റി പയ്യന്മാരുടെ കളിയല്ല. പിന്നെ ഈ കോലുതല്ലി കളി എന്തോന്നാ? ഇത് ആണും പെണ്ണും തമ്മിലുണ്ടാക്കുന്ന വഴക്കുമല്ല. ശ്രദ്ധിച്ചില്ലെങ്കിലേ നീ തൊഴുതോ. ഭദ്ര, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താടാ? അനുവിന് നിനക്ക് ഇഷ്ടമാണെന്ന് ചേട്ടൻ ചോദിച്ചു. പക്ഷെ അനുവിനോട് ഇപ്പൊ ചോദിക്കാൻ പോവാ. എന്നാലും ചേട്ടന് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട അനുവിനും ഇഷ്ടമായിക്കോളൂ.
എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് എനിക്ക്. ഏയ് ഡാ, ആ ഫോണും കണ്ടേ. ഹലോ രേണു, ഭദ്രൻ എന്റെ അളയനാകുമ്പോ ഓടി. അതെയോ? ഭദ്രനെ അവൾക്ക് ഇഷ്ടായോ? ഇഷ്ടമായോന്നോ? കുടുംബം മൊത്തം ഇപ്പൊ അവന്റെ ഫാനായി പോയി. പെണ്ണിനെ കെട്ടിക്കൊന്ന് അവരാ പറഞ്ഞത്. അപ്പൊ വിവാഹം തീരുമാനിച്ചോ? ധൃതി വെക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഓക്കേ ബൈ. നടക്കടാ, അനുവിന്റെ അടുത്തേക്ക് പോ. ദാ രാജു, അനുവിനോട് ഞാൻ തന്നെ ചോദിക്കാം. നീ ചോദിച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം എന്ന് പറയും. ഞാൻ ചോദിച്ചാൽ അവളുടെ ഇഷ്ടം എന്നോട് തുറന്നു പറയും. ശരിടാ.